എടോ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കയറ്റി വിടറോ? രാവിലെ തൊട്ട് ഇരിക്കുന്നു. How are you? I love you. വേറെ അറിയൂ? വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അതല്ലേ ഞാൻ ചോദിച്ചത്, തന്റെ പേരെന്താണെന്ന്. പേര് കേശവൻ. എടോ ഒരു ഇന്റർവ്യൂ ബോർഡിൽ വരുമ്പോഴെങ്കിലും ഇൻസിൽ കൂട്ടി പേര് പറയണം, മനസ്സിലായോ? ഇൻസിൽ പറഞ്ഞല്ലോ. ഇൻസിൽ എന്ത് ഇൻസില്? കെ. അത് ശരി, കെ ആണ് തന്നെ ഇൻസിൽ. അപ്പൊ പേരെന്താണ്? ശവൻ. ബെസ്റ്റ് പേര്. അതൊക്കെ പോട്ടെ. തനിക്കിവിടെ ജോലി കിട്ടിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം താൻ എന്ത് ചെയ്യും? കല്യാണം കഴിക്കും. കല്യാണം കഴിക്കും. അത് ശരി, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ പോലെ പാത്രം കഴുകും, തുണി അലക്കും, പശുവിനെ കെട്ടും, മുറ്റ കടിക്കും. അച്ഛനിതായിരുന്നു പണിയല്ലേ? അതൊക്കെ പോട്ടെ, ആരാകാനാണ് ആഗ്രഹം? എനിക്ക് എന്റെ അച്ഛനെ പോലെ ഒരു ഡോക്ടർ ആകാനാണ് ആഗ്രഹം. അത് ശരി, അപ്പൊ അച്ഛൻ ഡോക്ടറാണ്. അച്ഛൻ ഇത് തന്നെയായിരുന്നു ആഗ്രഹം. എങ്ങനെയായിരുന്നു ഒരു ഡോക്ടർ ആകണം. അത് ശരി, അത് പോട്ടെ. വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ അല്ലായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ ആയിരുന്നു. അവസാനം അവർ എന്നോട് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. പൊക്കോളം പറഞ്ഞത്? എനിക്ക് ചെറിയൊരു ഹോബി ഉണ്ടായിരുന്നു. ഹോബിയാ? ഈ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കാരണം പൊക്കോ, ഇവിടെ സ്റ്റാമ്പ് ഒന്നും കാണുന്നില്ല, പൊക്കോളം. അത് ശരി, അപ്പൊ വെറുതെ അല്ല അവര് പറഞ്ഞു വിട്ടത്. എടോ തനിക്കറിയോ, തനിക്ക് ഇവിടെ തന്നെ ഇവിടെ ജോലിക്ക് എടുക്കാനുള്ള പവർ എനിക്കുണ്ട്, മനസ്സിലായ? തന്നെ ഇവിടെ ജോലിക്ക് എടുക്കാനുള്ള പവർ എനിക്കുണ്ട്. ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി നിന്ന് പറഞ്ഞു വിടാനുള്ള പവർ എനിക്കുണ്ട്. അതും പോരാത്ത ഈ കമ്പനിയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ എത്തിക്കാനുള്ള പവർ എനിക്കുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നിനക്ക്? ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? സാറ് വലിയക്കാട്ട് ഒരു പവർ ഹൗസ് ആണ് എനിക്ക് മനസ്സിലായി. അത് ശരി. തന്നോട് കുറച്ച് ജനറൽ നോളജ് ഞാൻ ചോദിക്കാം, കറക്റ്റ് ആൻസർ പറഞ്ഞോളാം. പക്ഷെ ഉത്തരം ഞാൻ പറയും. എടോ ഇത് ഞാൻ ചോദ്യം ചോദിച്ചാൽ പിന്നെ ഉത്തരം താനല്ലാണ്ട് പിന്നെ ആരോട് പറഞ്ഞത്? അല്ലെ, രണ്ടും പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഉണ്ടല്ലോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ. ഒരു കുട്ടി ജനിച്ചു വീണാൽ ആദ്യം അമ്മേ എന്ന് വിളിച്ചാണ് കരയുന്നത്. എന്തുകൊണ്ടാണ്? അച്ഛനാരാന്ന് അറിയാൻ പാടില്ലാത്തോണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ആദവും ഹൗവയും അറിയാലോ. ഈ ആദവും ഹൗവയും ഏത് നാട്ടുകാരായിരുന്നു? നമ്മുടെ നാട്ടുകാര്. നമ്മുടെ നാട്ടുകാരാ? കേരളത്തുകാരാ. എന്താണോ അങ്ങനെ പറഞ്ഞത്? എന്റെ സാർ, അവർക്ക് ഉടുക്കാൻ തുണി ഉണ്ടായിരുന്ന? ഇല്ല. കിടക്കാൻ വീടുണ്ടായിരുന്ന? ഇല്ല. കിടക്കാൻ വഴി ഉണ്ടായിരുന്ന? ഇല്ല. കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്ന? ഇല്ല. ഞാൻ പറഞ്ഞു ഇവരൊക്കെ നമ്മുടെ കേരളത്തുകാരായിരുന്നു. ഭയങ്കര ബുദ്ധിയുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പ് താഴെ വീണാൽ എന്ത് പറ്റും? ഇരുമ്പ് താഴെ വീണാ പാട്ടവർക്കാർ എടുത്തോണ്ട് പോകും. എടോ ഇരുമ്പ് താഴെ വീണ തുരുമ്പെടുക്കും. അതിനേക്കാൾ മുമ്പ് പാട്ടവർക്കാർ എടുത്തോണ്ട് പോകും സാറേ. അത് ശരി. അപ്പൊ താൻ ഇന്റർവ്യൂവിന് വന്നാണല്ലോ. എന്തെങ്കിലും പ്രത്യേക തരത്തിൽ കഴിവുകൾ വല്ലതും ഉണ്ടോ? മിക്രിമി. സിനിമാടന്മാരെ സൗണ്ട്. മിമിക്രി. എടോ മിമിക്രി. എടോ മിമിക്രി. ഞാൻ പറയണ പോലെ പറഞ്ഞോളാം. അതൊക്കെ പോട്ടെ. അപ്പൊ താനിവിടെ മിമിക്രിയെ കാണിക്കും. മിമിക്രിയിൽ എന്താണ് താൻ കാണിക്കാൻ പോകുന്നത്? കാവ്യമാധവൻ. കാവ്യമാധവന്റെ ശബ്ദം. കാവ്യമാധവന്റെ ശബ്ദം. എന്റെ പൊന്നോ, വേറെ നടന്മാരില്ലേ? അതായത് ഒരുപാട് മിമിക്രിക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ കാവ്യമാധവന്റെ ശബ്ദം ഞാൻ ഇത് കേട്ടിട്ടില്ല. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ. കാവ്യമാധവൻ നോക്കി. എന്തെന്നാണ് കാവ്യമാധവന്റെ ശബ്ദം കണ്ട ഊമയുടെ ഒക്കെ സൗണ്ട് എടുത്തോണ്ട്? ആ ഊമപ്പെണ്ണ് ഉരിയാളെ പടത്തിൽ ഇതേ ശബ്ദമല്ലേ? അത് ശരി, ആളെ കളിപ്പിക്കാൻ വന്നതാണല്ലേ. മിമിക്രിയിൽ വേറെ എന്തൊക്കെ നമ്പർ ഉണ്ട്? ഇനി നമുക്ക് ഒരു പ്ലെയിനും ഒരു ഹെലികോപ്റ്ററും ഒരു റോക്കറ്റും ആകാശത്തൂടി പോകണ എങ്ങനെയാന്ന് നോക്കാം. ഒരു പ്ലെയിനും ഒരു റോക്കറ്റും ഒരു ഹെലികോപ്റ്ററും കൂടി ആകാശത്ത് കൂടി പോകണ എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ. ഇതെന്താ കാണിച്ചത്? ഒരു പ്ലെയിനും ഹെലികോപ്റ്ററും റോക്കറ്റും കൂടി ആകാശത്തൂടി പോകണം നോക്കണത്. അത് ശരി, ഇങ്ങനെ നോക്കണത്. ഇന്നല്ലാണ്ട് ഇങ്ങനെ നോക്കാൻ താഴെ കൂടിയാണ് ഇതൊക്കെ പോണത്. സാറിന് എന്നാ ചോദ്യം സാറേ? തന്നോട് കൂടുതൽ ചോദ്യമൊന്നും ഞാൻ ചോദിക്കണ്ട. ഒരേ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഇന്റർവ്യൂ അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ട് ആലോചിച്ച് മറുപടി പറയുക. ഓക്കെ. ഇതെന്താണ്? തുണി. നല്ല തുണി. തുണിയാണെന്നാ? എടോ ഇതെന്താണ്? തുണി. തുണി ചുമല വെള്ള പച്ച തുണി. എടോ താനൊരു ഇന്ത്യക്കാരനല്ലേ, ഭാരതീയനല്ലേ? ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? തുണിയാ? എടാ ഇതിന്റെ അമ്മയുടെ, നിന്റെ പെറ്റമ്മ, നിന്റെ പെറ്റ തള്ള, മനസ്സിലായില്ല? നിന്റെ പെറ്റമ്മ ഇറങ്ങി പോകരുത്. ഒരു മെനകെട്ടവന്മാർ വന്നോളൂ. ഇവിടെ വേണം. താൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. തന്നോട് ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ തനിക്കിവിടെ ജോലി കിട്ടും, ഉറപ്പ്. എന്ത് ചോദിക്കും സാർ? ഓക്കെ, കൂടുതലൊന്നുമില്ല. ഇതെന്താണ്? പോകാനാ? എടാ എന്താണെന്ന് പറയണ? സാറിനെ പറ്റിക്കാനെന്ന് നോക്കണ്ട. പറ്റിക്കാൻ പറഞ്ഞാൽ ഇത് എന്താണെന്ന് പറഞ്ഞു. ഇതുപോലെ 3ാം ക്ലാസ്സിൽ പിള്ളേരോട് പോയി ചോദിക്കും. അതാണ് ഞാൻ ചോദിച്ചത്, എന്താണിത്? ഇതെന്താണെന്ന് അറിയത്തില്ല. സാറിനറിയാം? എനിക്കറിയാം, നിനക്കറിയില്ലേ? എന്താണെന്ന് അറിയാം? ഇല്ല. ഇപ്പൊ ഇവിടുന്ന് ഒരുത്തിന് ഇറങ്ങിപ്പോയില്ലേ, അവന്റെ അമ്മയാണ് പെറ്റതല്ല, പെറ്റമ്മ.